ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് രീതികാലീൻ മഹത്വപൂർണ്ണ കഥനാണ്. അതിൽ കേശവദാസിൻ്റെയും ചിന്താമണിയുടെയും ഭിഖാരിദാസിൻ്റെയും ദേവ് മതിറാം റസ്ലീൻ ഇത്രയും ആളുകളുടെ മഹത്വപൂർണ്ണ കഥനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ജദബി സുജാതി സുലച്ചനി സുബരന സരസ് സുവൃത്ത് ഭൂഷൺ ബിനൂന ബിരാജയി കവിത വനിത മിത്ത്. ഇത് പറഞ്ഞത് കേശവദാസാണ്. അടുത്തത് പല എക്സാമിനും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. അടുത്തത് ചന്ദ് വിരോധി പങ്കു സുന് നഗൻ ജോ ഭൂഷൺഹീന് മൃദക് കഹാവൈ അർത്ഥ ബിനു കേശവ സുനഹു പ്രവീൺ എന്ന് പറഞ്ഞത് ആരാണ്? കേശവദാസാണ്. അടുത്തത് താത്തേ രുചി സോച്ചി കൈ കീജയ് സരസ് കവിത്ത് കേശവദാസ്. അടുത്തത് മാതു കഹാം നൃപതാദ് ഗയെ സുരുലോ കഹി ക്യോ സുദുശോഗലിയെ കേശവദാസ്. അടുത്തത് ആഖിന് മൂന്തിബെ के मिस आनी अचानक पीटी उरोज लगावे के कईहू कहू मुस्काई चितई आंगराय अनुपम अंग दिखावे माह चूई चलित सोम चतियाम हसी बौ चढ़ाई आनंद बढ़ावे जोबन के मद मत तिया हित सोम पदी को नित चित चुरावे. ചിന്താമണി ആണ് ഇത് പറഞ്ഞത്. അടുത്തത് തീയക്കി ബിഹാ സോഹി വിലോകനി മേ മണി ആനന്ദ് ആങ്കിനിയോ ചലക്കെ രസവന്ത് കവിത്തൻ കൗ രസുജോം അഖ്റാൻ के ऊपर हवें चलके चिंतामणि. അടുത്തത് തുളസി ഗംഗ് दुवौ बये सुकविन के सरदार इनके काव्यन में मिली भाषा विविध प्रकार भिखारीदास ആണ് പറഞ്ഞത്. അടുത്തത് आगे के कवि रीची है तो कविताई न तो राधा कन्हाई सुमिरन को बहानो है मान गटे बहरानो है बहानो है അവിടെ വരെയും പറഞ്ഞത് ഭിഖാരിദാസാണ് കേട്ടോ. അടുത്തത് മാന ഗട്ടേ തോ കഹാ ഗട്ടി ജയ് ഹേ ജൂപൈ പ്രാന പിയാരെ കോ ദേക്കൻ പയ്യെ ഭിഖാരിദാസ്. അടുത്തത് അഭിത ഉത്തമ കാവ്യ ഹേ മധ്യലക്ഷണാലീൻ അഥമ വ്യഞ്ജന രസ് വിരസ് ഉൾട്ടി കഹത്ത് പ്രവീൺ ദേവാണ് പറഞ്ഞത്. അടുത്തത് ബഡേ ബഡേ നൈനൻ സോ ആസു ഭരി ഭരി ഠരി ഘോരോ ഘോരോ മുഗ് ആജ് ഓരോ സോ വിലാനോ ജാത് ദേവാണ് പറഞ്ഞത്. അടുത്തത് ഡാർ ദ്രുമ പൽന ബിച്ചോന നവ് പല്ലവിക്ക് സുമന ചഗുല സോഹെ തൻ ചവി ഭാരി ദേവ്. അടുത്ത നവരസ സബ് संसार में नवरस में संसार नवरस सार सिंगार रस युगल सार सिंगार देव. അടുത്തത് കുന്ദന കോ രംഗ് ഫീക്കോ ലഗൈ ചൽക്കെ അതി അങ്കൻ ചാരു ഘോരായി മതിറാമാണ് പറഞ്ഞത്. അടുത്തത് ഹേ വനമാൽ ഹിയേ ലഗിയേ അരു ഹേ മുരളി അധര രസ് പീജെ മതിറാം. അടുത്തത് ഫാഗു കെ ഭീർ അഭീരൻ മേം ഗഹി ഗോവിന്ദ് ലേ ഗയി ബീത്തർ ഗോരി പത്മാകറാണ് പറഞ്ഞത്. അടുത്തത് അമീ ഹലാലൽ മദ്ബരെ സേത്ത് ശ്യാമ രത്നാർ ജിയത് മരത്ത് ചുക്കി ചുക്കി പരത്ത് ജോഹി ചിത്വത് ഏക് ബാർ റസ്ലീനാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നന്നായിട്ട് നോക്കുക. ധന്യവാദം.